വളരെ കുറവാണ്. കാരണം ഏസ് ഓഫ് കപ്സ് അയാൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ വളരെ സന്തോഷമൊന്നുമല്ല. 9 ഓഫ് സോഡ്സ് ആണ്. വളരെ മെൻ്റൽ പ്രഷറിലൂടെ അയാൾ പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളോട് ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഫലം ഇപ്പോൾ ഒരുപക്ഷെ അയാൾ അനുഭവിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. 9 ഓഫ് സോഡ്സ് ആണ്. അതുപോലെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കൺട്രോൾ ചെയ്തിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അയാൾ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അയാൾ ഈഗോയിസ്റ്റ് ആണ്. അയാൾ വിട്ടുതരാൻ തയ്യാറല്ല. അയാൾ സറണ്ടർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അയാളിലേക്ക് തന്നെ ഒതുങ്ങി നിൽക്കുന്നതായിട്ടും അയാളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തിരിച്ചു വരാനായിട്ട് തീരെ താല്പര്യപ്പെടുന്നതായിട്ട് കാണുന്നില്ല. മെൻ്റൽ പ്രഷറൊക്കെ ഉണ്ട്. പക്ഷേ അയാളൊരു തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇതിൻ്റെ ബോട്ടം, ഈ റിലേഷൻഷിപ്പിൻ്റെ ബോട്ടം കാണുന്നത് 5 ഓഫ് സോഡ്സ് ആണ്. അതായത് അയാൾ ശരിക്കും ഒരു സ്വാർത്ഥനായ വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അയാൾ ഒട്ടും ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരാളായിരിക്കില്ല. നിങ്ങൾ ഒരുപാട് സ്നേഹം അങ്ങോട്ട് കൊടുക്കുമ്പോഴും നിങ്ങൾക്കറിയാം ആ കൊടുത്തതിൻ്റെ 1% പോലും സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ നിങ്ങളെ അയാൾ ഹേർട്ട് ചെയ്തിട്ടായിരിക്കും സ്നേഹിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ വിചാരിക്കുന്നത് അയാൾ ഹേർട്ട് ചെയ്യുന്നത് സ്നേഹം കൊണ്ടാണെന്നായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഇമോഷൻസിനെ അയാൾ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോഴും അയാൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക എന്നാണ്. അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നത്. അയാൾ നിങ്ങളെ ഹേർട്ട് ചെയ്തും ഇൻസൾട്ട് ചെയ്തും സന്തോഷിക്കുന്നുണ്ട്. വളരെ സ്വാർത്ഥനായിട്ടുള്ള ഒരാളായിട്ടാണ് ഇയാളെ കാണുന്നത്. ഒരു ചതി തന്നെയാണ്. ശരിക്കും ഡെലിബറേറ്റ് ആയിട്ടുള്ള മനഃപൂർവ്വമായ കരുതിക്കൂട്ടിയുള്ള ഒരു ചതി തന്നെ നടന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കാർമിക് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് ഡബിൾ കാർഡൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് നിങ്ങൾ ഇതിൽ നിന്ന് റിക്കവേർഡ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇനിയും നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഹീൽ ചെയ്യുക. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലേക്ക് വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് ഇനി പഴയ പോലെ ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യത കുറവാണ്. ആ റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് ഡൺ ആണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള, വളരെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതൊരു നിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയുള്ളതായിരുന്നു. നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിപ്പോൾ പോയിട്ടുണ്ടാവും. ഇപ്പോൾ ടാരോ റീഡിങ്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. നിങ്ങൾക്കിപ്പം അവരില്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടാവും. എങ്കിലും ഇടയ്ക്കൊക്കെ നിങ്ങൾ അവരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ മിസ്സിങ് അവിടെ ഇരുന്നോട്ടെ. അതൊരു സുഖമുള്ള ഓർമ്മയല്ലേ, അതവിടെ ഇരുന്നോട്ടെ. ആ ഒരു മിസ്സിങ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു, ആ അധ്യായം കഴിഞ്ഞു. അതിനേക്കാൾ മികച്ചത് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. തീർച്ചയായിട്ടും ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡാകുമ്പോൾ അതിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. നല്ലൊരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങൾ അനുഭവിച്ച പെയിനിന് തീർച്ചയായിട്ടും ഒരു നല്ല ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. നിങ്ങൾ സ്പിരിച്വലി ഇപ്പോൾ വളരെയധികം ഗ്രോ ചെയ്തിട്ടുണ്ടാവും. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പറ്റും. അപ്പോൾ ഇതൊരു